കൊല്ലം കോർപ്പറേഷനിലേക്ക് ബി.ജെ.പി. പ്രവർത്തകർ നടത്തിയ മാർച്ചിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിലുള്ള ബി.ജെ.പിയുടെ പ്രതിഷേധമാണ് അവിടെ സംഘർഷത്തിന്റെ സാഹചര്യമാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി. ദിലീപ്, ഇപ്പോൾ പ്രവർത്തകരെ വാഹനത്തിലേക്ക് കയറ്റാൻ അനുവദിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരു സംഘർഷത്തിന്റെ സാഹചര്യമാണല്ലോ കാണുന്നത്. ആ സ്മൃതി, ബി.ജെ.പി. പ്രവർത്തകർ, അതായത് കൊല്ലം കോർപ്പറേഷനിലെ മാലിന്യ പ്രശ്നവും അഴിമതിയും ഉന്നയിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇന്ന് കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ഒരു കൊട്ട മാലിന്യം എല്ലാവരുടെ കയ്യിലും മാലിന്യവും ആയി ശേഖരിച്ചുകൊണ്ട് പ്രവർത്തകർ നടത്തിയ മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടന്ന് കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുന്നിലേക്ക് എത്തിയിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിൻ്റെ ശ്രമമാണിപ്പോൾ നടക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും എല്ലാം തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഈ ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത് ഇവർ സമാധാനപരമായി നടത്തിയ മാർച്ച് അത് പോലീസ് സംഘർഷമുണ്ടാക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കോർപ്പറേഷൻ്റെ പല ഭാഗത്ത് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് അടക്കം ചെയ്യുന്നുണ്ട്. എന്ന് നമ്മുടെ ഈ വളരെ സമാധാനപരമായിട്ട് നടന്ന മാർച്ചാണ്. കൊല്ലം നഗരം എല്ലാവർക്കും അറിയാം, ഇവിടെ മാലിന്യ കൂമ്പാരമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് മൂക്കുപൊത്തി അല്ലാതെ നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കോർപ്പറേഷൻ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഒരു പ്രകോപനമില്ലാതെ വളരെ സമാധാനമായി നടത്തിയ സമരത്തെ പിണറായി വിജയൻ്റെ പോലീസ് ബോധപൂർവ്വം അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഇതിനെതിരെ തീർത്തും ജനാധിപത്യ രീതിയിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ചെയ്യുമെന്ന് മാത്രം പറയുന്നു. ഏതൊരു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്താലുള്ള നീക്കം ഈ പ്രവർത്തകർ തടയുകയാണ്. പോലീസുമായി തന്നെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘമായിരുന്നു ഈ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയത്. ഇവിടെ തന്നെ പോലീസ് ബാരിക്കേഡുകൾ തീർത്ത് തടയുകയും ചെയ്തു. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളുമാണ്. ഈ ഓരോരോ കൊട്ട മാലിന്യവുമായിട്ട് ഒരു നഗരം മുഴുവൻ മാലിന്യമാണ്. ഈ മാലിന്യത്തിൽ നിന്ന് നഗരത്തെ മുക്തിപ്പെടുത്തണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ ബി.ജെ.പി. ദിലീപ്, ഇപ്പോൾ മാലിന്യനീക്കം നിലച്ചിരിക്കുകയാണോ? എന്താണ് കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ പറയുന്നത്? സ്മൃതി, കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും മാലിന്യ നീക്കം നടക്കുന്നില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഇവർ ഈ നടത്തുന്നത്. പല ഭാഗങ്ങളിൽ ഇപ്പോഴും മാലിന്യം കെട്ടിക്കിടക്കുന്നുണ്ട്. അതായത് ബീച്ച് സൈഡിലെല്ലാം തന്നെ ഇപ്പോഴും മാലിന്യത്തിൻ്റെ വലിയ കൂമ്പാരം നമ്മളടക്കം തന്നെ പലതവണ വാർത്ത ചെയ്തതുമാണ്. ആശ്രമം മൈതാനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നതും മാലിന്യത്തോട് ഈ ഓവുചാലുകൾ വൃത്തിയാക്കാത്തത് ഉൾപ്പെടെയുള്ള സകല പ്രശ്നങ്ങളും ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിലടക്കം ബഹളമുണ്ടാക്കി ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് മാലിന്യം നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ ചാക്കുകൾ കാണാം. ഇവർ ഇലയും അതുപോലെ തന്നെ മാലിന്യമായി ചാക്കൽ വന്നതാണ്. കൊട്ടയിൽ പ്ലാസ്റ്റിക് കൊട്ടയിൽ വനിതകളുടെ പ്രതികരണത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. തലയിൽ കൊട്ടയുമായി ചാക്കിൽ മാലിന്യമായിട്ടൊക്കെയാണ് അവരുടെ വരവ്. തീർച്ചയായിട്ടും സ്മൃതി, മാലിന്യം നഗരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോ? എല്ലാ സ്ഥലങ്ങളിലും മാലിന്യങ്ങളും കൊതുകുകളും ഈ ഡെങ്കിപ്പനി പടരുന്ന ഈ സമയത്ത് മാലിന്യങ്ങൾ മാറ്റാൻ ഒരു രക്ഷയുമില്ല. എല്ലാ ആളുകളുടെയും ജീവൻ അപകടത്തിലാണ്. പ്രതീകാത്മകമായിട്ടാണ് കൊട്ടയുമായി വന്നത്. അതെ, ഞങ്ങൾ ഇതിന് പ്രതീകാത്മകമായാണ് കൊട്ടയുമായിട്ട് വന്നിരിക്കുന്നത്. കോർപ്പറേഷനകത്തേക്ക് തീർച്ചയായിട്ടും കോർപ്പറേഷനകത്ത് കയറണമെങ്കിൽ അകത്ത് കയറിയിരിക്കും ഞങ്ങൾ. നീക്കം അതെ, കോർപ്പറേഷന് അകത്തേക്ക് കയറുകയായിരുന്നു ഇവരുടെ നീക്കം. ഇപ്പോൾ പോലീസും പ്രവർത്തകരും മറ്റൊരു സ്ഥലത്ത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും കൊല്ലം കോർപ്പറേഷനിലേക്ക് ബി.ജെ.പി. നടത്തിയ മാർച്ച് സംഘർഷഭരിതമാകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. കൊല്ലം നഗരത്തിൽ മാലിന്യം നീക്കം ചെയ്യുന്നതില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് കൊല്ലം ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കോർപ്പറേഷനിലേക്ക് പ്രതീകാത്മകമായി കൊട്ടയിൽ മാലിന്യം ചുമന്നുകൊണ്ട് ചാക്കിൽ മാലിന്യമായി അത് മേയറുടെ മുന്നിൽ കൊണ്ട് വെക്കുകയാണ്.
മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെ നൂറുകണക്കിന് പ്രവർത്തകരെത്തുകയും അവരെ 100 മീറ്റർ അകലെ വെച്ച് കോർപ്പറേഷൻ അകലെ വെച്ച് ബാരിക്കേഡുകൾ കൊണ്ട് തടയുകയടക്കം ചെയ്തിരുന്നു. അതിനുശേഷം പ്രവർത്തകർ ബാരിക്കേഡുകൾ ചാടിക്കടന്നുകൊണ്ട് കോർപ്പറേഷനിലേക്ക് എത്തുകയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ മാർച്ചുമായി കോർപ്പറേഷനിലേക്ക് എത്തിയത്. മാർച്ചിൽ ഇപ്പോൾ ഒരു അയവ് വരികയും ചെയ്ത പ്രവർത്തകർ ശരി, കൊല്ലം കോർപ്പറേഷനിലേക്ക് BJP പ്രവർത്തകർ, വനിതാ പ്രവർത്തകരടക്കം മാലിന്യവുമായിട്ട് എത്തിയിട്ടാണ് പ്രതിഷേധിക്കുന്നത്. മാലിന്യ നീക്കം നഗരത്തിൽ നിലച്ചു എന്നുള്ളതാണ് പ്രതിഷേധത്തിന് അടിസ്ഥാനമായ കാരണം.